ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഹരി, ഇന്നത്തെ ബന്ധങ്ങളൊക്കെ പലതും വളരെ ദുർബലമായി തീരുന്നത് എന്തുകൊണ്ടാണ്? ബന്ധങ്ങളിങ്ങനെ ഉലയുന്നതിൻ്റെ കാരണക്കാർ സത്യത്തിൽ ആരാണ്? നമുക്ക് ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളുടെ വിലയെപ്പറ്റി ഉള്ള ജ്ഞാനം വല്ലാതെ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾ വളരുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾക്ക് എത്ര ശതമാനം അവർക്ക് ബന്ധങ്ങളെപ്പറ്റി അറിയാം? ഒരു കുട്ടി ജനിക്കുന്ന സാഹചര്യത്തിൽ, ജനിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും, കാരണം 26 വയസ്സ് ഉള്ള 27 വയസ്സുള്ള ഈയിടെയായി വിവാഹം കഴിച്ച 2 പേർക്കൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ഇവരൊരു ജോലി സ്ഥലത്ത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവരൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി ആ കുട്ടിയായിട്ട് അവിടെ താമസിക്കുകയാണ്. ആ ഫ്ലാറ്റിൽ ഇവർ താമസിക്കുമ്പോൾ ഇവർക്ക് ജോലിക്ക് പോകേണ്ട സമയത്ത് ജോലിക്ക് പോകണം. ഒരു ആയയെ വെച്ച് ഈ കുട്ടിയെ നോക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നു. ഈ കുട്ടി അച്ഛനെയും അമ്മയും അല്ലാതെ വേറൊരാളുമായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വേറൊരു കുട്ടിയുടെ കൂടെ കളിക്കുന്നത് വരെ ഒരു 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ അമ്മ വീട്ടിലോ ഒക്കെ പോകുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് അപ്പുറേക്ക് വേറൊരാളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വളരെ കുറയുന്നു. ഇതിനുശേഷം സ്കൂളിലേക്ക് പോകുന്നത് പഴയ കാലഘട്ടത്തിൽ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ബന്ധങ്ങളുടെ ഒരു വലിയ വേദിയായിരുന്നു. ഒരുമിച്ച് ഒരു നാട്ടിൻ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം ഒരു 8 മണി നേരത്ത് ഒരുമിച്ച് ആ പ്രദേശത്തെ കുട്ടികളെല്ലാം ഒരുമിച്ച് വന്ന് പാടവരമ്പത്തോടെയും റോഡിലൂടെയൊക്കെ നടന്ന് സ്കൂളിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥയും കളിയും പറഞ്ഞ് സ്കൂളിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബന്ധവും റിലേഷനും ഉണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊന്നുണ്ടായിരുന്നു സ്കൂളിലുള്ള ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ എല്ലാ അവധികാലങ്ങളിലും ബന്ധുവീടുകളിൽ പോയി അവിടെയുള്ള സമാന പ്രായക്കാരുമായിട്ട് കളിക്കുക, അവിടെയുള്ള കാരണവന്മാരുമായിട്ട് സംവദിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കാണുമ്പോൾ ഇവരെയൊക്കെ ബന്ധങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും, ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ വരുമ്പോൾ കുട്ടികൾ ഒരു സ്റ്റേജ് വരെ കുട്ടികളെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ വരെ മാർഗ്ഗമില്ലാത്ത വിവാഹത്തിന് പോകുമ്പോൾ കൊണ്ടുപോകുമായിരുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ സ്കൂളിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ കുട്ടിയെ കൊണ്ടുപോവുക എന്നുള്ളൊരു ശീലമില്ല. കാരണം അവന് വന്നാൽ അവിടെ ഇഷ്ടപ്പെടില്ല എന്ന് ഈ പാരൻസ് തന്നെ തീരുമാനിക്കും. ഈ കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം വരുന്നില്ല. ഇവർ വെക്കേഷൻ സമയത്ത് അമ്മ വീട്ടിലോ തന്നെ കൊണ്ട് നിർത്താൻ ഇവർക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല. ആകെ ഒരു കുട്ടിയോ 2 കുട്ടിയേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി അമ്മ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവിടെയും പ്രത്യേകിച്ച് ഇവരുടെ കൂടെ കളിക്കുന്ന ഈക്വൽ പ്രായത്തിലുള്ള ഒരാൾ അവിടെ ഇല്ല. അവിടെ പോയി നിന്ന് അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ അവർക്ക് മാർഗ്ഗങ്ങളില്ല. അച്ഛൻ്റെ വീട്ടിൽ പോയി നിന്നാലും അതും ഇത് തന്നെ അവസ്ഥ. വേറെ ബന്ധുവീടുകളിലേക്കൊന്നും വിടാനിപ്പോൾ ആർക്കും താല്പര്യവുമില്ല. ഈ സാഹചര്യം വന്നപ്പോൾ ഈ കുട്ടികൾക്ക് ബന്ധങ്ങൾ എന്നുള്ള സംഭവത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് ടോട്ടലായിട്ട് മാറിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് എവിടെയാണ് ഒരു നഷ്ടബോധത്തിൻ്റെ അവസ്ഥ ഉണ്ടാവുക? ഇവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നുണ്ടാവുക? കാരണം ബന്ധം എന്നുള്ളതിൻ്റെ, അതായത് ഈ സമൂഹത്തിലുള്ള അവരപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. കാരണം ബന്ധുക്കളായിട്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യന് ബന്ധങ്ങളില്ലാതെ പറ്റില്ല. ആ ബന്ധം എന്നുള്ളത് രക്തബന്ധത്തിനപ്പുറത്തേക്ക് അവർ സാമൂഹ്യ ബന്ധത്തിലേക്ക് പോകും. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള സാമൂഹ്യ ബന്ധം അവർ സ്വയം കണ്ടുപിടിക്കുമ്പോൾ അത് ശരിയാവുമോ തെറ്റാവുമോ എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയാത്ത സാഹചര്യം വരും. ആ ഒരു സമയത്ത് ഇതിനെ മുതലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള കച്ചവട മനസ്ഥിതിയുള്ളവർ ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ കുട്ടികളെ വലിച്ചുകൊണ്ടുപോയി ഇവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകളും വളരെയധികം ഭീകരമായി തന്നെ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഇവിടെയെല്ലാം പ്രധാന പ്രശ്നം പാരൻസിന് കുട്ടികളെ നോക്കാൻ സമയമില്ല. പാരൻസിന് അപ്പുറേക്ക് കുട്ടികൾക്ക് ആരുമായി ഒരു ബന്ധവുമില്ല. സ്വന്തം നാടിനെ പറ്റി അറിയില്ല. സ്വന്തം നാട്ടിലുള്ള സ്വന്തം കുടുംബത്തെ, അടുത്ത അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളെ പറ്റി അറിയില്ല. അവരുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇത് ഒരു ബന്ധു അവരുടെ കുടുംബത്ത് വരുമ്പോൾ ഇതാരാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പാരൻസ് പലപ്പോഴും തയ്യാറാവുന്നില്ല. ഇത് നിൻ്റെ ഇന്നയാളാണ്, ഇതിൻ്റെ ഇന്നയാളാണ്, ഇങ്ങനെയാണ് നമ്മുടെ ബന്ധം. ഇന്നത്തെ കുട്ടികളോട് എങ്ങനെയാണ് ബന്ധം പറയുക എന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. കാരണം ഇത് അമ്മയുടെ ചിറ്റയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ തലയാട്ടുകല്ലാതെ എന്താണ് ചിറ്റ എന്നോ എന്താണോ അവിടുത്തെ ഇതെന്നോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നോ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ ഏത് തരത്തിലാണ് അവർ കണ്ടു വളരുന്നതനുസരിച്ച് മാത്രമേ ബന്ധങ്ങൾക്ക് വളർച്ചയുണ്ടാവുള്ളൂ. ബന്ധങ്ങൾ ഊട്ടിയുടച്ച് വളരുകയാണെങ്കിൽ അവിടെയെല്ലാം
അവിടെ എല്ലാം പരസ്പരം കോൺട്രിബ്യൂഷൻ്റെ ഒരു നീഡുണ്ടാവുന്ന ഒരവസ്ഥയുണ്ടാവും. ഞാൻ ജീവിക്കുന്നത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ്. അതായത് ഞങ്ങളുടെ കുടുംബം എന്നത് ഏകദേശം 40 പേരോളമുള്ള ഒരു കുടുംബമാണ്. ഒരു സിംഗിൾ കുടുംബത്തിൽ ഞങ്ങൾ 40 പേരോളം ജീവിക്കുന്നു. ഒരുമിച്ച് ഒരേ അടുക്കളയിൽ പാകം ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അതിൽ തന്നെ 10-14ഓളം കുട്ടികളുണ്ട്. കുട്ടികൾ ഒരേ സ്കൂളിൽ പോകുന്നു. വിവിധ പ്രായമുള്ളവരാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ എപ്പോഴും ഒരുമിച്ചാണ്. ഞങ്ങളുടെ അച്ഛനെയും അമ്മയും നോക്കുമ്പോൾ ഇത് കണ്ടാണ് ഞങ്ങളുടെ കുട്ടികളും വളരുന്നത്. അവർക്ക് അവരുടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും അവർക്കും വളരെ ബഹുമാനവും സ്നേഹവും ബന്ധവും അവിടെയുണ്ട്. അവിടെ ആർക്കെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഈ കൊച്ചു കുട്ടികൾക്കും അതേപടി തന്നെ സങ്കടവും ബുദ്ധിമുട്ടും ഒരേപോലെ കാണുന്നുണ്ട്. ഇവർ കണ്ടു വളർന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ഇവർക്ക് ബന്ധങ്ങളുടെ വാല്യൂ വളരെയധികം ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. ഇന്ന് എല്ലായിടത്തും ഒരുപക്ഷെ ഇങ്ങനെയൊരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടാക്കാൻ കഴിയുന്നു വരില്ല. പക്ഷേ എനിക്ക് കഴിയാത്തത് എൻ്റെ കുട്ടികൾക്ക്. കാരണം നാളെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് 2 കുട്ടി ഉണ്ടാവുമെങ്കിൽ, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് 3 കുട്ടി ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ ഒരു ഭാവി ഉണ്ടാകും. അവർക്ക് നാളെ അതും ഒരു വലിയ ഫാമിലിയായിട്ട് വളരുമ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കുടുംബത്തിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ കഴിയും എന്നെങ്കിലും നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടതാണ്. ഇന്നലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചിലപ്പോൾ ഇന്ന് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇന്ന് നാളേക്ക് നിങ്ങൾ നിൽക്കുന്ന തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നവർക്ക് ഈ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് നിങ്ങളെങ്ങനെ നിങ്ങളുടെ സംവിധാനത്തെ സ്ട്രക്ചർ ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങളുടെ കഴിവാണ്. കാരണം ഇന്നലെ ബന്ധങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടാക്കിയ അന്നത്തെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ കാരണവരിൽ നിന്നാണ് ഞങ്ങളുടെ കുടുംബം ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ ഇതിൽ നിന്നപ്പുറേക്ക് ഇന്നും നാളേക്ക് പോകുന്നതിന് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട എഫേർട്ട് ബന്ധങ്ങളെ നിലനിർത്താൻ സഹായിക്കും. ബന്ധങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിന്നും കൂട്ടി വേറൊരു ഇടത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല. ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവർക്ക് ഇവിടെ തന്നെ ഒരു സംവിധാനമുണ്ട്, അവർക്ക് കൂട്ടുകൂടാൻ ആളുകളുണ്ട്, അവിടെ ഒരു വിശ്വാസ്യതയുണ്ട്. ഈ ഒരു കാലത്ത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞാൽ അഗാധമായ ബന്ധമെന്ന് പൊതുവെ പറഞ്ഞിരുന്നത് സൗഹൃദങ്ങളാണ്. ഇന്നിപ്പോൾ ബന്ധങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ ബന്ധങ്ങൾ തന്നെ ഒരു ഭാരമായി കാണുന്ന ഒരു തലമുറയാണെന്നുള്ളതെന്ന് തോന്നുന്നു. ശരിക്കും ബന്ധങ്ങൾ തകരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബന്ധങ്ങളെ വില വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ബന്ധങ്ങളെ തകരാതെ കൊണ്ടുനടക്കാൻ കഴിയുക. ബന്ധങ്ങളെ 2 തരത്തിൽ നമ്മൾ വയ്ക്കാം. സൗഹൃദ ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ രക്തബന്ധങ്ങൾ തളരാതിരിക്കാൻ രക്തബന്ധമാണ് എന്നുള്ള മനസ്സിലാക്കൽ നമ്മൾ ചെയ്താൽ മതി. രക്തബന്ധമാണ് എന്ന മനസ്സിലാക്കലിന് അവിടെ ഒരു ഹൈറാർക്കി തീർച്ചയായിട്ടുമുണ്ട്. അവിടെ ഒരു സീനിയോറിറ്റി ഫാക്ടറുണ്ട്. ഇത് അമ്മാവനാണ്, ഇത് അമ്മാവൻ്റെ മകനാണ്, ഇത് ഏട്ടനാണ്, ഇത് അനീതിയാണ്, ഇത് വല്യച്ഛനാണ്, ഇത് മുത്തച്ഛനാണ് എന്ന് തോന്നുമ്പോൾ അവരിലേക്കുള്ള ഒരു കണക്ഷനാണ് ഈ പേരുകളെല്ലാം. അപ്പോൾ ആ ബന്ധത്തിന് പറയുന്ന വില കൊണ്ട് തന്നെ എൻ്റെ മുത്തച്ഛൻ എന്നുള്ളത് എന്നെ കണക്ട് ചെയ്യുന്ന ലിങ്ക് ആകുമ്പോൾ ഏത് തരത്തിലും എനിക്ക് മുത്തച്ഛനെ ഒഴിവാക്കാൻ കഴിയില്ല. എൻ്റെ അനിയൻ എന്നെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആകുമ്പോൾ അത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇത് എല്ലാ കാലത്തും പരസ്പരം കണ്ടാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ മാറി നിന്നാലും ഇല്ലെങ്കിലും എൻ്റെ അനിയനല്ലാണ്ടാവുന്നില്ല, എൻ്റെ അച്ഛനല്ലാണ്ടാവുന്നില്ല, എൻ്റെ മുത്തച്ഛനല്ലാണ്ടാവുന്നില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഇത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിനെ നമ്മൾ ആ ഒരു വാല്യൂവിൽ, ആ ഹൈറാർക്കിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് നമുക്ക് അവിടെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധങ്ങളെല്ലാം നിലനിൽക്കും. രണ്ടാമത്തെ സൗഹൃദ ബന്ധങ്ങളാണ്. സൗഹൃദ ബന്ധങ്ങൾ 2 തരത്തിലാണ് നമുക്കുള്ളത്. സൗഹൃദം എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും ഡിമാൻഡുകളില്ലാത്ത സൗഹൃദം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമല്ല. ഒരേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന, ഒരേ കെമിസ്ട്രിയിൽ നടക്കുന്ന, ഒരേ വേവ് ലെങ്തിലൊക്കെ നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരാളുടെ മനസ്സിൽ എന്ത് ചിന്ത വരുന്നുവെന്ന് ഇപ്പുറം നിൽക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, അയാളുടെ മുഖത്തൊരു ചെറിയ സങ്കടം വരുമ്പോഴേ നീ ആ കേസ് വിട്ടേക്ക്, അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അതിന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എൻ്റെ പ്രശ്നം എന്താണെന്ന്, നിൻ്റെ മുഖം പോക്ക് കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ബന്ധം ഉണ്ടാവുമെങ്കിൽ അത് പരസ്പരമുള്ള ഏറ്റവും വലിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് യാതൊരു പ്രസക്തിയില്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കും. അവിടെ ഒരിക്കലും ഡിമാൻഡുകളില്ല.
ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ആ ഒരു ബന്ധവും പക്ഷേ ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരാൻ വഴിയുണ്ട്. പ്രത്യേകിച്ച് രണ്ട് അതിഭീകരമായിട്ടുള്ള അഗാധമായിട്ടുള്ള ബന്ധമുള്ളവർ അവരുടെ വിവാഹം കഴിയുന്ന സമയത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രയോറിറ്റി ഫാക്ടർ ഇപ്പുറം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ കണക്ട് ചെയ്യുന്ന അതേ ഫീലിൽ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവും. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ രണ്ട് ഭാഗങ്ങളിലേക്ക് പതുക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ വരും. അതിനുശേഷം പലതരത്തിൽ സ്ഥലങ്ങളിലേക്ക് ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മാറേണ്ടി വരും. അപ്പോഴും പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും കുറവ് വരുന്നില്ല. വിളി എന്നുള്ളത് ചിലപ്പോൾ കുറവ് വന്നേക്കാം, കാണൽ ചിലപ്പോൾ കുറവ് വന്നേക്കാം. വല്ലപ്പോഴും കാണുമ്പോൾ നീ ഇതുവരെ ചത്തില്ലേ എന്നായിരിക്കാം ഒരുപക്ഷെ ആദ്യത്തെ ചോദ്യം ഉണ്ടാവുക. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു ബന്ധം നമുക്ക് പറയാൻ കഴിയാത്തതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ബന്ധമുണ്ട്, അപ്പോൾ കാണുന്ന ബന്ധം. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ നമ്മളിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന അപ്പുറം ഇപ്പുറയുള്ള 2 പേര് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. 8ാം ക്ലാസ്സിലേക്ക് മാറിയപ്പോഴും അതേ 2 പേർ എൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. അവരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ 9ാം ക്ലാസ്സിൽ ആയപ്പോൾ ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിലേക്ക് വന്നു. എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന വേറെ 2 പേരായി. അതിൽ നിന്ന് ആ 2 പേരിൽ ഒരാളെൻ്റെ സുഹൃത്തായി, വേറൊരു ഭാഗത്തു നിന്ന് ഒരാളും കൂടെ എനിക്ക് സുഹൃത്തായി. എനിക്ക് ഒരേ സമയത്ത് 2 സുഹൃത്തുക്കൾക്കെല്ലാം കൂടുതൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുമില്ല. അപ്പോൾ 7ലും 8ലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എൻ്റെ ബാക്കപ്പായി. അവർ പോയി, ഞാൻ അവരെ എനിക്ക് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. 9ാം ക്ലാസ്സിലെ ഫ്രണ്ടായി അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്. 9, 10 കഴിഞ്ഞ് ഞാൻ +2 മാറിയപ്പോൾ ആ 2 പേരും എൻ്റെ കൂടെയില്ല. അവിടെ എനിക്ക് പുതിയ ഫ്രണ്ട്സ് വന്നു. ഞാൻ ഡിഗ്രിക്ക് മാറിയപ്പോൾ എനിക്ക് പുതിയ ഫ്രണ്ട്സ് വന്നു. എൻ്റെ ഓരോ കോഴ്സ് കഴിഞ്ഞ് മാറുമ്പോഴും ഇന്നലെയുള്ള ഫ്രണ്ട്സ് ഒരു ഡിഗ്രി ആയപ്പോഴേക്കും 8ാം ക്ലാസ്സിലുണ്ടായിരുന്ന ഫ്രണ്ട്സിനെ എനിക്ക് പിന്നെ ഓർമ്മയേ ഇല്ല. ഇത് ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രമുള്ള അപ്പോൾ ആവശ്യമുള്ള ഒരു ബന്ധങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത് നമുക്കില്ലാണ്ട് പറ്റില്ല. ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ ബന്ധം എത്ര കാലമെന്നില്ല. കാരണം അത് വന്നു പോകേണ്ടിയിരിക്കുന്ന ബന്ധങ്ങളാണ്. അപ്പോൾ അടുത്ത ബന്ധം, രക്തബന്ധത്തിലുള്ളവരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടു നടന്നാൽ അത് എന്നും ഓർമ്മിക്കാൻ നമുക്ക് പറ്റും. ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ അകലെയാണെങ്കിലും വിരോധമില്ല, അവർ നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമത്തെ ബന്ധമുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ ആ സുഹൃത്തുക്കൾ അത് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മളിപ്പോൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്ന് തോന്നുന്നു. എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഇപ്പോൾ ബന്ധങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ സൗഹൃദമാവാം, പ്രണയമാവാം, മറ്റേതുതരം ബന്ധമാകാം, പിണങ്ങി മാറാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്നത്, അത്തരത്തിൽ നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുന്നതിൽ കാര്യമുണ്ടോ? നമ്മുടെ ഭാഗ്യത്തെ പറ്റിയും കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ചില സാഹചര്യങ്ങൾ, നമ്മൾ ചില ബന്ധങ്ങൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് കുടുംബ ബന്ധം തന്നെയാവാം, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായിരിക്കും ഒഴിവാവുക, ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താവാം, ചിലപ്പോൾ സ്വന്തം മകനെ തന്നെ തള്ളി പറയുന്ന കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. ബന്ധങ്ങൾ നശിക്കുമ്പോൾ ആ നാശത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കെന്ത് നേട്ടം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഏട്ടൻ, അനിയത്തി എന്നൊക്കെ പറയുന്ന ബന്ധങ്ങൾ, അത് ആ ഒരു രക്തബന്ധത്തിൻ്റെ വാല്യുവിൽ നിന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം. ഭാര്യയും ഭർത്താവുമുള്ള ബന്ധം രക്തബന്ധം അല്ലെങ്കിൽ പോലും അവിടെ ഒരു എന്താ പറയുക, വേറൊരു തലമുറയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു റിലേഷൻ്റെ ഒരു വലിയ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആ ഒരു ബന്ധവും നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ പരസ്പരം കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റിൽ നമ്മൾ അത് കൊടുക്കുക. അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ, ആവശ്യമില്ലാത്തതിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നല്ല വശങ്ങളിൽ കൂടുതൽ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ പോകും. അല്ലാതെയുള്ള ബന്ധങ്ങൾ, അതായത് ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ബന്ധങ്ങളിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി വരും. നമുക്ക് ഒരാൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ച ഒരു സുഹൃത്ത് നമുക്കുണ്ട്. ആ സുഹൃത്ത് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴാണ് അയാൾ നമ്മൾ അങ്ങോട്ട് എത്ര തവണ വിളിച്ചിട്ട് പോലും അയാൾ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല. അയാൾ വിളിക്കുമ്പോൾ അവസാനം ഫോൺ എടുത്തു കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള സംസാരത്തിന് ഒരു മിനിമം റെസ്പെക്റ്റ് പോലും തരുന്നില്ല. കാരണം പണ്ട് നമ്മുടെ കൂടെ അത്രയും അറ്റാച്ച്ഡായിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇയാൾ എന്താണ് ഇങ്ങനെ പെരുമാറണമെന്ന് തോന്നിയാൽ ആ അദ്ദേഹത്തിന് നമ്മളെ വേണ്ട എന്ന് തോന്നുന്ന അവസരത്തിൽ നമ്മൾ ദുഃഖിച്ച് നിൽക്കേണ്ട കാര്യം എന്താണുള്ളത്? ആ നമ്മളെ വേറൊരാൾക്ക് വേണ്ട എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം
140 കോടിയിലേറെ ജനങ്ങളുണ്ട്. ഈ ഒന്ന് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിലും കൂടുതൽ നല്ല ബന്ധങ്ങൾ പിടിക്കാൻ പറ്റും. അപ്പോൾ എന്നെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ കുഴപ്പമില്ല, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. ഞാനായിട്ട് നിങ്ങളെ വേണ്ടാന്ന് വയ്ക്കില്ല. കാരണം വേറുന്നുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ നിങ്ങളായിട്ടാണ് എന്നെ വേണ്ടാന്ന് വയ്ക്കുന്നതെങ്കിൽ, വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം വേറുന്നുണ്ട്, എനിക്ക് ആ ഒരാൾക്ക് വേണ്ടി പിന്നെ ടെൻഷൻ അടിക്കണ്ട. കാരണം ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് അയാളുടെ ഒരു ടെൻഷൻ എൻ്റെ ടെൻഷനായിരുന്നു. ഇയാൾക്ക് എന്നെ വേണ്ട എന്ന് തോന്നുന്ന സാഹചര്യമാണെങ്കിൽ ആ നിമിഷം തൊട്ട് ഞാൻ ഒരു പരിധിവരെയെങ്കിലും ഫ്രീ ആണ്. എനിക്ക് ബാക്കി ചുറ്റുമുള്ള വേറൊരാളെ കണ്ടുപിടിച്ച് എനിക്ക് അവർക്ക് വേണ്ടി ചിന്തിച്ചാൽ മതി. എനിക്ക് അത്രയും കൂടെ സമയം എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു, തൊട്ടുപുറയുള്ള രക്തബന്ധങ്ങളാണോ എങ്കിൽ ആ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കിയേ മതിയാവൂ. കാരണം വേറുന്നുണ്ട്, അത് രണ്ടാമതൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അച്ഛനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അനിയത്തിയെ നമുക്കായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല, മുത്തശ്ശിയെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അത് നമുക്ക് ആ ഒരു ഹൈറാർക്കിയും ആ ഒരു ബന്ധങ്ങളും നമ്മൾ സെപ്പറേറ്റ് നിർത്തുകയും ബാക്കിയുള്ള മറ്റു ബന്ധങ്ങളിൽ നമ്മളെ ആവശ്യമില്ലാത്ത ഒരു രീതി വരികയാണെങ്കിൽ അവരെ സന്തോഷപൂർവ്വം ഒഴിവാക്കി അതിനേക്കാളും നല്ലത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. കാരണം നമ്മളെ വേണ്ടാത്തവർ അവർ ജീവിച്ചോളും, അവർക്ക് യാതൊരു വിഷമവുമില്ല, നമുക്കും ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. ബന്ധങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഉറപ്പായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.